ICICI Prudential റൂറൽ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട്, ICICI മ്യൂച്വൽ ഫണ്ട് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു NFO ആണിത്. ജാനുവരി 9 മുതൽ ജാനുവരി 25 വരെയും ഈ IPO സബ്സ്ക്രിപ്ഷൻ ഓപ്പൺ ആണ്. ഈ സ്കീമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് റൂറൽ, അതോടൊപ്പം തന്നെ അതിന് അലൈഡ് ആയിട്ടുള്ള സെക്ടറുകളിൽ നിക്ഷേപം നടത്തി ഇൻവെസ്റ്റേഴ്സിനൊരു ഗെയിൻ നേടിക്കൊടുക്കുക. റൂറൽ ഇന്ത്യയുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കമ്പനികളുടെ ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് മെയിനായിട്ടും ഈ സ്കീം എയിം ചെയ്യുന്നത്. റൂറൽ ഇന്ത്യയുടെ ആകമാനമായിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റും അതേപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇതേപോലെയുള്ള ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സിൻ്റെ റിസൾട്ടായിട്ട് നമ്മുടെ ഗ്രാമങ്ങളിലും മറ്റും ഒരുപാട് ഡെവലപ്മെൻറ്റ്സുകളാണ് ഈ അടുത്ത കാലങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയിൽ ഏകദേശം 64% ജീവിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ്. ഇന്ത്യയുടെ പോപ്പുലേഷൻ ഏകദേശം 143 കോടി വരും. ഈ 143 കോടി പോപ്പുലേഷനിൽ 64% റൂറൽ ഏരിയകളിലാണ് ജീവിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ ആളോഹരി വരുമാനം ഏകദേശം $2000 മേളിലായിട്ടുണ്ട്. ഏകദേശം 92 കോടി ജനങ്ങളും താമസിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ്. ഇന്ത്യയുടെ GDPയുടെ ഏകദേശം 46% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് റൂറൽ ഏരിയകളിൽ നിന്നാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്മോഡിറ്റികളിൽ 50% കൺസംഷൻ നടക്കുന്നത് ഈ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നാണ്. ഈ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൃഷിനെയാണ്, അല്ലെങ്കിൽ അഗ്രികൾച്ചറിനെയാണ്. അതോടൊപ്പം തന്നെ FMCG, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ബാങ്കിങ് ഇതേപോലെയുള്ള സെക്ടറുകളിൽ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് റൂറൽ ഏരിയകളിൽ ഒരുപാട് ഡെവലപ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ സാധാരണയായിട്ട് അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷിയാണ് അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. അതിൽ നിന്ന് മാറി ഇപ്പോൾ കൂടുതൽ ആളുകൾ മാനുഫാക്ചറിങ് സെക്ടറിലേക്കും അതോടൊപ്പം തന്നെ സർവീസ് സെക്ടറുകളിലേക്കും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഓവറോൾ ഗ്രോത്തിൽ അതോടൊപ്പം തന്നെ നമ്മുടെ GDPയുടെ ഏകദേശം 46% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് റൂറൽ ഏരിയയിൽ നിന്നാണെന്ന് പറയുമ്പോൾ റൂറൽ ഇന്ത്യയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 2047 ഇന്ത്യ ഒരു ഡെവലപ്ഡ് നാഷൻ ആകാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു $35 ട്രില്യൺ ഇക്കോണമി. ഇതാണ് ഇന്ത്യ എയിം ചെയ്യുന്നത്. GDP ഗ്രോത്തിൽ ഇന്നിപ്പം ഇന്ത്യ 5ാമത്തെ സ്ഥാനമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ചൈന, ജപ്പാൻ, ജർമ്മനി, ഇന്ത്യ ഇപ്പോൾ 5ാമത്തെ സ്ഥാനത്താണ് GDP ഗ്രോത്തിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. എന്നാൽ 2027 ആകുമ്പോഴത്തേനും ഇന്ത്യ എയിം ചെയ്യുന്നത് GDP ഗ്രോത്തിൻ്റെ കാര്യത്തിൽ 3ാമത്തെ സ്ഥാനത്ത് വരാനായിട്ടാണ്. അതായത് US, ചൈന, അത് കഴിഞ്ഞ് ഇന്ത്യ, അത് കഴിഞ്ഞ് ജപ്പാൻ, ജർമ്മനി, UK. 2027 ആകുമ്പോഴത്തേനും ഇന്ത്യ 5ാം സ്ഥാനത്ത് നിന്ന് 3ാമത്തെ സ്ഥാനത്തേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2027 ഇന്ത്യ 3ാം സ്ഥാനത്തേക്ക് GDP ഗ്രോത്തിൽ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും റൂറൽ ഏരിയയിൽ നിന്നുള്ള സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ലോങ് ടൈം ഗ്രോത്ത് സ്റ്റോറിയെ സപ്പോർട്ട് ചെയ്യുന്നത് ബേസിക്കലി മാനുഫാക്ചറിങ് സെക്ടറിലുള്ള കോൺസെൻട്രേഷനും അതിൽ നിന്ന് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന വരുമാനവുമാണ്. ഗവൺമെൻറ് ബേസിക്കായിട്ട് ഫോക്കസ് ചെയ്യുന്നത് റൂറൽ ഇന്ത്യയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആവിഷ്കരിച്ചിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം, പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻസെൻറ്റീവ് സ്കീമാണ് PLI എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നാഷണൽ ലോജിസ്റ്റിക് പോളിസീസ് ഇംപ്ലിമെൻറ്റേഷനൂടെ ലോജിസ്റ്റിക് കോസ്റ്റ് കുറയ്ക്കുന്നതിനും, അതായത് ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ് കുറച്ച് പ്രോഫിറ്റ് ഇംപ്രൂവ് ചെയ്യുന്നതിന് ഇതേപോലെയുള്ള നാഷണൽ ലോജിസ്റ്റിക് പോളിസി സഹായിക്കും. റൂറൽ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 2.1 കോടി വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. 2.9 കോടി വീടുകളിൽ വൈദ്യുതീകരണം നടത്തിയിട്ടുണ്ട്. 11 കോടി വീടുകളിൽ ടാപ്പ് വാട്ടർ, അതായത് ശുദ്ധജലം എത്തിച്ചിട്ടുണ്ട്. 13 ലക്ഷം കാൻഡിഡേറ്റ്സിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിലൂടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് നൽകിയിട്ടുണ്ട്. 11 കോടി LPG കണക്ഷൻ നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഹെൽത്ത് സ്കീമിലൂടെ ഏകദേശം 22 കോടിയിലധികം ജനങ്ങൾക്ക് ആരോഗ്യ പരിപാലനത്തിനുള്ള സഹായം നൽകിയിട്ടുണ്ട്. ഏകദേശം 7.2 ലക്ഷം
കിലോമീറ്റർ റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒട്ടനവധി പ്രോഗ്രാമുകൾ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഗ്രാമപ്രദേശങ്ങളുടെ ഡെവലപ്മെൻറ്റിനും അവിടെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വരും കാലങ്ങളിൽ ഇതേപോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ റൂറൽ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ്റുകൾ ചെയ്യുന്ന കാര്യങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് നടപ്പാക്കാനും അതിനനുബന്ധമായിട്ട് ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതൽ മാനുഫാക്ചറിങ് സെൻറ്ററുകൾ വരികയും ICICI പ്രൂഡൻഷ്യൽ റൂറൽ ഓപ്പർച്യൂണിറ്റി ഫണ്ടും എയിം ചെയ്യുന്നത് ഇത് ഗ്രാമപ്രദേശങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളുടെ ഷെയറുകളിലും സെക്യൂരിറ്റികളിലും നിക്ഷേപം നടത്തുവാനാണ്. റൂറൽ തീമിനെ ബേസ് ചെയ്തിട്ടുള്ള ഏകദേശം സെലക്റ്റഡ് ആയിട്ടുള്ള 75 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് ഈ ഫണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫണ്ട് ബെഞ്ച് മാർക്ക് ചെയ്യുന്നത് നിഫ്റ്റി 500 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിനെയാണ്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ സാധാരണ നിക്ഷേപം നടത്തണമെങ്കിൽ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതേപോലെ നിങ്ങളുടെ KYC ഫോർമാലിറ്റികൾ എല്ലാം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റേറ്റ് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കീമുകൾ തിരഞ്ഞെടുക്കുവാൻ ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFD നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപം നടത്തുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. യാതൊരുവിധ പേപ്പർ വർക്കുകളും കൂടാതെ ഓൺലൈനായിട്ട് എത്ര പെട്ടെന്ന് തന്നെ നിങ്ങൾ KYC ഫോർമാലിറ്റികൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഈ ഫണ്ടിലെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 5000 രൂപയാണ്. അതിനുശേഷം 1 രൂപയുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് എത്ര രൂപ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിൽ വരുന്ന അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1000 രൂപയാണ്. ഈ ഫണ്ടിൽ നിന്ന് ഒരു വർഷത്തിന് മുന്നേ നിങ്ങൾ നിക്ഷേപങ്ങൾ പിൻവലിച്ചാൽ 1% റിഡംഷൻ ഫീസ് ആപ്ലിക്കബിൾ ആണ്. ഇതൊരു തീമാറ്റിക് ഫണ്ടാണ്. റൂറൽ ഇന്ത്യ എന്നുള്ള ഒരു തീമിനെ ബേസ് ചെയ്തിട്ട് ലോഞ്ച് ചെയ്യുന്ന ഫണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് തീമാറ്റിക് ഫണ്ടുകൾ മറ്റുള്ള ഡൈവേഴ്സിഫൈഡ് ഫണ്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് റിസ്ക് കൂടിയ ഫണ്ടുകളാണ്. പക്ഷേ ഈ ഫണ്ടിൻ്റെ കേസിൽ ഇതൊരു തീമാറ്റിക് ഫണ്ട് ആണെങ്കിൽ തന്നെയും ഇതൊരു ഡൈവേഴ്സിഫൈഡ് ഫണ്ടിൻ്റെ മോഡലിലാണ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപം റിസ്കി ആയിട്ടുള്ള നിക്ഷേപമാണെന്ന് നമുക്കറിയാം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതിന് മുന്നേ പ്രോപ്പറായിട്ട് ഈ സ്കീമിനെ കുറിച്ച് പഠിക്കുക. അല്ല എങ്കിൽ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിൽ നമുക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല. എങ്കിൽ തന്നെയും നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയിൽ അല്ലെങ്കിൽ നമ്മുടെ റൂറൽ ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റേറ്റിനെ ബേസ് ചെയ്ത് ലോങ് ടൈമിലേക്ക് ഇതേപോലെയുള്ള സ്കീമുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷനായിട്ട് കണക്കാക്കരുത്. ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള 1200-ൽ കൂടുതൽ വീഡിയോകൾ യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പബ്ലിഷ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.